ഹായ് എവരിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു പെണ്ണുകാണൽ ചടങ്ങിൻ്റെ വീഡിയോ ആണ്. അതായത് ഹസ്ബൻഡിൻ്റെ അനിയന് ഒരു പെണ്ണുകാണലാണ് കേട്ടോ. ഇന്ന് നമ്മൾ പോണ സ്ഥലം ആലപ്പുഴയിലേക്കാണ്. ഇടുക്കിയിൽ നിന്നും ആലപ്പുഴയിലേക്ക് ഒരു ലോങ് ട്രിപ്പാണ് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് 7:30 ആകുമ്പോഴെങ്കിലും വീട്ടിൽ നിന്ന് ഇറങ്ങണമെന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷേ ഇറങ്ങി വന്നപ്പോൾ 8:15 കഴിഞ്ഞു കേട്ടോ. എന്നാലും കുഴപ്പമില്ല, നല്ല തെളിഞ്ഞ കാലാവസ്ഥയൊക്കെ ആയിരുന്നു. അതുകൊണ്ട് യാത്ര വലിയ മടുപ്പിക്കുന്ന യാത്രയൊന്നും അല്ലായിരുന്നു. ആലപ്പുഴയിലെ പൂച്ചാക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ പെണ്ണിൻ്റെ വീട്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വീട്ടിൽ നിന്ന് എല്ലാവരും ഉണ്ട്, പിന്നെ എൻ്റെ അമ്മയും കൂടിയാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ആർക്കും സ്ഥലമൊന്നും അറിയത്തില്ല. ആലപ്പുഴയിലൊന്നും നമ്മൾ ഒരുപാട് സഞ്ചരിക്കുന്ന ഒരു ഏരിയ അല്ല കേട്ടോ. പിന്നെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 8 വർഷത്തിന് മുമ്പ് ഞാനൊരു കല്യാണത്തിന് ആലപ്പുഴ വന്നിട്ടുണ്ട്. അതാണ് ഞാൻ ആകപ്പാടെ ആലപ്പുഴ വന്നേക്കുന്നത്. പിന്നെ വന്നേക്കുന്നത് ഇപ്പോഴാണ് കേട്ടോ. ഞങ്ങൾ ഇറങ്ങുമ്പോൾ വരെ അവിടെ നിന്ന് നല്ല മഴയായിരുന്നു കേട്ടോ. പക്ഷേ ഇങ്ങോട്ടൊക്കെ മാറിയപ്പോൾ മഴയൊന്നുമില്ല. അത് തന്നെ ഒരു അനുഗ്രഹമായിരുന്നു. കാരണം കുട്ടികളെയും കൊണ്ടൊക്കെ വരുമ്പോൾ നമ്മൾ അടച്ചു പൂട്ടിയിട്ട് വന്നാൽ ഛർദ്ദിക്കുകയും ചെയ്യും, പെട്ടെന്ന് കുട്ടികളൊക്കെ ക്ഷീണിക്കുകയും ചെയ്യത്തില്ലേ. പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നല്ലൊരു കാലാവസ്ഥ നമുക്ക് തന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഒത്തിരി മടുപ്പൊന്നും ഇല്ലാതെ ആ യാത്രയെ അങ്ങ് സ്വീകരിച്ചു കേട്ടോ. കാരണം വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ നമുക്ക് പോകാൻ സാധിച്ചു. അപ്പം നമ്മുടെ കൂട്ടത്തിൽ അമ്മയുടെ അമ്മയുണ്ട് കേട്ടോ. അമ്മയുടെ അമ്മയ്ക്ക് നല്ല പ്രായമുള്ള ആളാണ്. പക്ഷേ കൊച്ചുമകൻ്റെ കല്യാണം കാണാൻ ഒത്തിരി ആഗ്രഹിച്ചിരുന്ന ആളായതുകൊണ്ട് അമ്മയാണ് ആദ്യം റെഡി, അത് ഞാൻ വരുന്നുണ്ടെന്നും പറഞ്ഞു കേട്ടോ. അപ്പം അമ്മയൊക്കെ ഉണ്ട്. അമ്മയ്ക്കും വോമിറ്റിങ്ങിനുള്ള ടാബ്ലറ്റൊക്കെ കഴിച്ചിട്ടാണ് വരുന്നത്. രാവിലെ ഇറങ്ങുന്ന ആ ഒരു പ്രതീക്ഷയിലായതുകൊണ്ട് അമ്മയ്ക്കൊക്കെ സംശയം ഉണ്ടായിരുന്നു ഛർദ്ദിക്കുമോ എന്നൊക്കെ ഉള്ളത്. അങ്ങനെ ഞങ്ങൾ വന്ന് ജങ്കാറ കയറാമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ വന്നത്. അപ്പോഴത്തേനും നമ്മൾ പോകാൻ ഉദ്ദേശിച്ച നമ്മുടെ ജങ്കാറ് പുറപ്പെട്ടിരുന്നു. അപ്പോൾ നമ്മൾ ഓർത്തു ഇനി തിരിച്ചു വരുമ്പോൾ എന്നാണെങ്കിലും കയറണമെന്ന് വിചാരിച്ചു. പറഞ്ഞാൽ അല്ലിക്കുട്ടനോട് ബോട്ടേ കയറാമെന്നൊക്കെ പറഞ്ഞ് ആശ കൊടുത്തായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പിന്നെ തിരിച്ച് പോന്നു കേട്ടോ. ഇടുക്കി ജില്ലയിൽ നിന്ന് ഇങ്ങോട്ടുള്ള യാത്ര എന്ന് പറയുന്നത് പുതിയൊരു അനുഭവം തന്നെയാണ് കേട്ടോ. കാരണം നമ്മൾക്ക് പരിചയമില്ലാത്തത്, അല്ലെങ്കിൽ നമ്മൾ വരാത്തൊരു സ്ഥലത്തേക്ക് നമ്മൾ വരുമ്പോൾ നമുക്കെല്ലാം പുതിയ കാഴ്ചകളല്ലേ. അങ്ങനെ ഞങ്ങൾ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ പോരുകയാണ് കേട്ടോ. ആലപ്പുഴ പോലൊരു സ്ഥലത്ത് നിന്നും ഇടുക്കിയിലേക്ക് വരുന്ന ഒരു മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും കേട്ടോ. കാരണം നമ്മുടെ പ്രദേശത്തു നിന്നും എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറും എല്ലാമാണ് ഇവിടെ എന്ന് പറയുന്ന ആലപ്പുഴയിൽ. അപ്പോൾ ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം എല്ലാം കുന്നും കുഴിയും ഒക്കെ ഉള്ളിടത്ത്, ഇവിടെയാണെങ്കിൽ നല്ല പരന്ന് നീണ്ടു കിടക്കുന്ന സ്ഥലം, നല്ല നിരപ്പായ പാതയല്ലേ മുഴുവൻ. അങ്ങനെ അവക്കെല്ലാം അത്ഭുതങ്ങളായിരിക്കും ഇടുക്കിയിലേക്ക് വരുമ്പോൾ. അപ്പോൾ നമുക്ക് കറക്റ്റ് പ്ലേസ് ഒന്നും അറിയത്തില്ലാത്തതുകൊണ്ട് അവരെ നമ്മൾ കോൺടാക്ട് ചെയ്തുകൊണ്ടാണ് കേട്ടോ എപ്പോഴും ഇരിക്കുന്നത്. അങ്ങനെ നമ്മൾ വഴിയിൽ അവർ ഇറങ്ങി നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ നമ്മളെ കണ്ടുമുട്ടി നമ്മൾ അവരുടെ വീട്ടിലോട്ട് കയറി ചെന്നു കേട്ടോ. ഇതാണ് അവരുടെ വീട്. അപ്പോൾ നമ്മളകത്ത് കയറി എല്ലാവരുമായിട്ട് വർത്തമാനമൊക്കെ പറഞ്ഞ്, പാർക്കുട്ടിയാണെങ്കിലും എല്ലാവരുമായിട്ട് പെട്ടെന്ന് കൂട്ടൊക്കെയായി. ഇതാണ് പെണ്ണ്, ചുരിദാർ ഇട്ടിരിക്കുന്നതാണ് കേട്ടോ നമ്മുടെ പെണ്ണ്. പേര് അനുശ്രീ എന്നാണ്. അവർ തൊട്ടടുത്തുള്ള കൂട്ടുകാരൊക്കെയാണ്. അവരൊക്കെയായിട്ട് വർത്തമാനമൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. ഇതാണ് നമ്മുടെ ചെറുക്കൻ, പേര് ജിഷ്ണു എന്നാണ്. അവനൊരു ബസ് ഓടിക്കുകയാണ് കേട്ടോ. പാർക്കുട്ടിയാണെങ്കിലും അനുശ്രീയൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് കൂട്ടായി. അങ്ങനെ കുറേ നേരമൊക്കെ വർത്തമാനമൊക്കെ പറഞ്ഞ് ഞങ്ങൾ അവിടെ ഇരുന്നു. അങ്ങനെ ഞങ്ങൾ കുറേ നേരമൊക്കെ അവിടെ ഇരുന്നു. പാർക്കുട്ടി അവിടെ കയറുന്നു കളിയൊക്കെയായിരുന്നു. മറ്റൊരു അടിപൊളി കാര്യം നിങ്ങളെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇവിടുത്തെ അച്ഛനൊരു പെയിൻറ്ററാണെന്ന് അവൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം വന്നപ്പോഴാണ് ആ പെയിൻറ്ററിൻ്റെ കഴിവ് കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാകുന്നത് കേട്ടോ. കാരണം ഇതത് കണ്ടോ, വാൾ സ്റ്റിക്കർ ഒട്ടിച്ച് വെച്ചേക്കുന്നത് നമുക്ക് തോന്നത്തുള്ളൂ. പക്ഷേ ഇത് പെയിൻറ്റ് ചെയ്തേക്കുന്നതാണ്. അടിപൊളി വർക്കാണ് കേട്ടോ ചെയ്ത് വെച്ചേക്കുന്നത്. അങ്ങനെ എല്ലാ മുറിയിലും പല പല ഡിസൈനിലാണ് വെച്ചേക്കുന്നത്. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. അതുകൊണ്ട് ഞാനത് വീഡിയോയിൽ പിടിച്ചതാണ്. അപ്പം ഞങ്ങൾ യാത്രയൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. അവരെല്ലാവരും നമ്മളെ വഴി വരെ കൊണ്ടുവിടാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓണം ചതയൊക്കെ ആയിട്ട് തിരക്കായതുകൊണ്ട് അടുത്ത മാസം ഫസ്റ്റ് വീക്ക് വരാമെന്ന് പറഞ്ഞ് ആ ഉറപ്പിൽ നമ്മൾ അവിടെ നിന്ന് പോകുന്നു കേട്ടോ. അപ്പം നമ്മളെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് അവരെല്ലാവരും വഴി വരെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ യാത്രയൊക്കെ പറഞ്ഞ് നമ്മൾ അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ ജങ്കാറിൻ്റെ സമയത്ത് കറക്റ്റ് നമുക്ക് എത്താനും ജങ്കാറ് കയറാനും ഒക്കെ പറ്റി കേട്ടോ. വല്ലിക്കുട്ടൻ ഇപ്പം തന്നെ വരുന്നുണ്ടോ എന്ന് ചോദിച്ചതാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ ജങ്കാറെ കയറി അവിടെ നിന്ന് ഞങ്ങൾ പിന്നെ തിരിച്ച് മടങ്ങി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ ബാക്കി വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. അതുവരേക്കും
ടാറ്റ ബൈ ബൈ. ഓക്കെ, സീ യു.